ഏവർക്കും 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 12ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിക്ക ആളുകളും കരുതുന്നത് സമ്പാദ്യവും നിക്ഷേപവും ഒന്നു തന്നെയാണെന്നാണ്. പക്ഷേ അവ തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ലളിതമായ രീതിയിൽ വ്യത്യാസം മനസ്സിലാക്കാം. അടിയന്തര സാഹചര്യങ്ങൾക്കോ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കോ വേണ്ടി നിങ്ങൾ മാറ്റിവയ്ക്കുന്ന പണമാണ് സമ്പാദ്യം. നിങ്ങൾ സാധാരണയായി അത് ഒരു സേവിങ്സ് അക്കൗണ്ടിലോ സ്ഥിര നിക്ഷേപത്തിലോ അല്ലെങ്കിൽ പണമായോ പോലും സൂക്ഷിക്കുന്നുണ്ടാവാം. റിട്ടേൺ ചെറുതാണ്, പക്ഷേ അത് സുരക്ഷിതവും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം വേഗത്തിൽ ലഭ്യമാകുന്നതുമാണ്. നിങ്ങളുടെ സുരക്ഷാവലയായി സമ്പാദ്യത്തെ നിങ്ങൾ കരുതുന്നു. നിക്ഷേപം വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പണം ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ബോണ്ടുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ആസ്തികളിൽ നിക്ഷേപിക്കുന്നു. ഇതിലെല്ലാം അപകട സാധ്യതകളുണ്ട്. എന്നാൽ കാലക്രമേണ നിങ്ങളുടെ നിക്ഷേപം പണസമ്പാദ്യത്തെക്കാൾ വളരെ വേഗത്തിൽ വളരാൻ സഹായിക്കുന്നു. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനും ഇൻഫ്ലേഷനെ മറികടക്കുന്നതിനുമുള്ള യഥാർത്ഥ മാർഗമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ പ്രധാന വ്യത്യാസം ഇതാണ്: സമ്പാദ്യം നിങ്ങളുടെ പണത്തെ സംരക്ഷിക്കും, നിക്ഷേപം നിങ്ങളുടെ പണം വളർത്തും. രണ്ടും പ്രധാനമാണ്. അടിയന്തര സാഹചര്യങ്ങൾ സമ്പാദ്യം നിങ്ങളെ സാമ്പത്തികമായി സുരക്ഷിതരാക്കുന്നു. അതേസമയം നിക്ഷേപങ്ങൾ വീട് വാങ്ങൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പോലുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ദിവസവും നിക്ഷേപിക്കുന്നത്. സമ്പാദിക്കാൻ മാത്രമല്ല, എൻ്റെ സമ്പത്ത് സ്ഥിരമായി വളർത്താനും വേണ്ടിയാണ് ഞാൻ ദിവസവും നിക്ഷേപിക്കുന്നത്. ഓർമ്മിക്കുക, സമ്പാദ്യം നിങ്ങൾക്ക് സുരക്ഷ നൽകുന്നു, പക്ഷേ നിക്ഷേപം നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. നമുക്ക് നമ്മുടെ 12ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 11 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 8 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മൾട്ടി ക്യാപ് ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 8 2000 രൂപ. 3 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെബ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 2 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 2 500 രൂപ. ഒരു ദിവസത്തേത് ഇൻ പ്രോഗ്രസ്സിൽ തന്നെയാണ്. ആകെ 2750 രൂപ നിക്ഷേപിച്ചതിൽ 2500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു, 250 രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. അതിനാൽ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും നിലവിൽ നമ്മൾ 250 രൂപയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു, ഇൻ പ്രോഗ്രസ്. അങ്ങനെ 12ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. 13ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.